ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ലോങ് വീഡിയോ ആണേ. നമുക്കൊന്ന് ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് ഒരുങ്ങിയാലോ? എൻഗേജ്മെൻറ്റൊക്കെ പറ്റിയൊരു മേക്കപ്പാണ് ഇത്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ഒരുങ്ങണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തോ. പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസോ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഒരു സ്റ്റോറി പറയാൻ പറയാം. എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ ആളെ ഏൽപ്പിക്കുന്നത്, നമുക്ക് കസിൻസോ എല്ലാവരോടും അങ്ങോട്ട് ഒരുങ്ങിയാൽ പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ആ കോൺഫിഡൻസ് അങ്ങ് പോവും, ആളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരാളുണ്ടായിരുന്നു, കോഴിക്കോട് നിന്നുള്ളൊരു കൊച്ച്. അത്യാവശ്യം വളർന്നു വരുന്നേ ഉള്ളൂ, ഒരു 600-700 ഉള്ളൂ ആ ഒരു സമയത്ത് അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് 10ൽ കുറഞ്ഞ വർക്കേ ചെയ്തിട്ടുള്ളൂ എന്നും തോന്നുന്നു. ഒരൊറ്റ വർക്ക് അവരുടേത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെക്കൻ അയച്ചെടുത്തു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനും എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു, ആ ഒരൊറ്റ വർക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരുക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കും ഡേറ്റും ഓക്കെ ആയി, രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അഡ്വാൻസും അവർക്ക് പേയ്മെൻറ്റ് ചെയ്തു. അഡ്വാൻസ് പേയ്മെൻറ്റും നടത്തി കഴിഞ്ഞ് അത് കഴിഞ്ഞേരെ ഫംഗ്ഷൻ്റെ ഒരാഴ്ച മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചു, ഈ പാലക്കാടേക്ക് നിങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 3-4 മണിക്കൂറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അന്ന് അവിടെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് രാവിലെ, ഞാൻ അത് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു അത് ഹാർബറി ആവും മോളെ, വെറുതെ റിസ്ക് എടുക്കണ്ട, എനിക്കും രാവിലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം, വെറുതെ ഹാർബറി ആക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത്. അങ്ങനെ ഇല്ലാന്നുള്ള രീതിയിലായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ തലേ ദിവസം ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് ടൈം എത്ര മണിക്ക് എത്തും എന്നുള്ളത് കറക്റ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും മേലേക്ക് നിന്നോ, റൂമിലേക്ക് നിന്നോ, ഞാൻ അപ്പോഴത്തേക്ക് എത്തുമെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഫംഗ്ഷൻ്റെ ആ ദിവസം 10 മണിക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ഞാനൊരു 9:45 കയറി നിന്ന്. 9:45 നിന്നേരെ ഞാൻ അവരെ വിളിക്കാൻ തുടങ്ങി. പിന്നെ 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. അന്നേരം തന്നെ എൻ്റെ താഴെ നിന്ന് എൻ്റെ വീട്ടുകാർ, താത്തമാരും കസിൻസും എല്ലാവരും മേലേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ. കാരണം ചെക്കൻ എത്താനായി. ഞാൻ ജസ്റ്റ് ആ ഒരു ഡ്രസ്സ് മാത്രം, ഈ ഒരു ഡ്രസ്സ് മാത്രം ഞാൻ ഇട്ട് നിന്നിരുന്നത്, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ജസ്റ്റ് ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് ഇട്ടാൽ ഞാൻ പിന്നെ അഴിച്ചു വെച്ച് നെക്കിൽ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടു. അങ്ങനെ 12:30 അവർ എൻ്റെ വീടിൻ്റെ ഏകദേശം ഭാഗത്ത് എത്തിയിട്ടാണ്. അവിടെ ഇട്ടാവട്ടത് ഇറങ്ങുന്ന മാപ്പ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് കറങ്ങി കളിക്കായിരുന്നു. 12:45 കറക്റ്റ് അവരെത്തി. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എവിടെയായിരുന്നു? അപ്പോൾ പറഞ്ഞു അത് ബ്ലോക്കായിപ്പോയി, പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എത്താൻ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ പാലക്കാടിലുള്ള ആ വർക്കും എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത്രയും നേരം ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ രാവിലെ മുതലേ ഫുഡ് കഴിച്ചാൽ ഞാൻ പോയി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ അന്നേരം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല, നിൽക്ക് പെട്ടെന്നാവാം. അപ്പം എന്നോട് പറഞ്ഞു പെട്ടെന്ന് മാറ്റിത്തരാം, അരമണിക്കൂറിനുള്ളിൽ കഴിയും, ചെക്കൻ എത്താനോ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ചെക്കൻ എത്തും, കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് അവരെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയാൻ പാടില്ല അവർ പാലക്കാട് യൂസ് ചെയ്ത സെയിം ബ്ലെൻഡറാണോ യൂസ് ചെയ്തത്, അത് വാഷ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനൊരു നനവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞേരെ എന്തല്ലോ. അപ്പം ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് അത്യാവശ്യം അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനെ ഹൈഡ് ചെയ്യണ്ട, ബോറായിട്ട് എനിക്ക് തോന്നും എന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ. പിന്നെ അരമണിക്കൂറിൻ്റെ ഒരു യുദ്ധത്തിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ കണ്ണാടിയില്ല, ഒരു മിററില്ല, എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, കസിൻസ് ഇല്ല, ആരുമില്ല. എനിക്ക് ഇതെങ്ങനെയാണ് എൻ്റെ മുഖം നിൽക്കുന്നതെന്ന് കാണാൻ വേറൊരു വഴിയില്ല. ഫ്രണ്ട്സ് ആരെയും ഉണ്ടെങ്കിൽ അവരടുത്തെങ്കിലും ചോദിക്കുക, എനിക്ക് അതും പറ്റണില്ല. അങ്ങനെ ഞാൻ ഒരു കസിനെ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ലാസ്റ്റ് സ്റ്റെപ്പ് ആവുന്ന ടൈമിൽ എൻ്റെ കസിനെ അവളെ ഒന്ന് ഉള്ളോട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് അവൾ വന്നേരം അവളും ഒന്നും പറയാണ്ട് മുഖത്ത് നോക്കി നിൽക്കുക. അവളടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അവൾ പറഞ്ഞു ഇതൊന്ന് തുടച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഭയങ്കരമായിട്ട് ഇവിടെ കൂടുതലാണ്, കൺസീൽ ചെയ്തത് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടയ്ക്കാമെന്ന് പറഞ്ഞാൽ അതെന്തൊക്കെയോ ആക്കി, ജസ്റ്റ് ഒന്ന് വെറ്റ് വൈപ്സ് ഒന്ന് കൊടുത്തിട്ട് എന്തോ ആക്കി. പിന്നെയാണ് എൻ്റെ താത്തമാരൊക്കെ മേലേക്ക് കയറി വന്നാൽ അവരും ഇങ്ങനെ നോക്കി വെക്കുക, ഇതെന്താ ഇത് എന്നുള്ള രീതിയിൽ നിൽക്കുക. ഉമ്മ കരയുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ കഴിഞ്ഞേരെ അപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ അടുത്ത് ഇല്ലട്ടോ, ഇനി എനിക്ക് തുടയ്ക്കാൻ പറ്റില്ല, ഇനി ഞാൻ തുടച്ചാൽ അത് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വെച്ചാൽ അവിടെ വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രയാണ് ഇനി പേയ്മെൻറ്റ് ഉള്ളതെന്നും പറഞ്ഞിട്ട് ഞാൻ പേയ്മെൻറ്റും അത് കൊടുത്തും ചെയ്ത് പൊയ്ക്കാനുള്ള രീതിയിലാക്കി. ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതും ലിപ്സ്റ്റിക്ക് ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. എനിക്ക് തീരെ ഡാർക്ക് ഷെയ്ഡ് ചേരുമില്ല. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ തുടച്ച് ഞാൻ അത്യാവശ്യം, പക്ഷെ പോകുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, പോകുന്നുമില്ല. അങ്ങനെ ആ ഒരു കോലം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കാം. ഈ പൈസ കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ മേടിക്കാമെന്ന് പറയില്ല, അതേ അവസ്ഥയായിരുന്നു എനിക്ക്. പൈസയും കൊടുത്ത് എങ്ങനെ മുഖം വൃത്തികേടാക്കാം എന്ന കാര്യം ഞാൻ ഈ ഒരു എൻഗേജ്മെൻറ്റോടുകൂടി പഠിക്കുകയാണ് ചെയ്തേട്ടോ. നിങ്ങളുടെ ആരെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ഒരുങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഒരുങ്ങുക. ദെൻ ഓക്കെ, ബൈ.